PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള SCRT ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് SCRTയുടെ ടോപ്പിക്സ് 10 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞു. സയൻസിൻ്റെ ഭാഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സയൻസിലെ 10 ടോപ്പിക്സ് ആണ് ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ 10 ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഷുവറായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 10 മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, അറിയാലോ. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ലൈവിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് ആ ഒരു മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലൈവ് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS മെയിൻസിനും അതുപോലെ തന്നെ വരുന്ന LDC LGS എല്ലാ പരീക്ഷകൾക്കും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോമൺ ആണ്, എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാവിലെ കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വരുന്ന PSC പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. അപ്പോൾ അതും എല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് പഠിക്കാം. ആദ്യം തന്നെ സെറിബ്രം എന്ന് പറയുന്ന ഭാഗം, മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രം. ഏതാണ് സെറിബ്രം? ഈ വലിയ ഭാഗം കണ്ടോ, ഈ ചുളിവുകളും മടക്കുകളും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന അതേ ഈ വലിയ ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. കണ്ടോ, ഈ പുറമേ കാണുന്ന ഏറ്റവും വലിയ ഭാഗത്തെയാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം എന്തുണ്ട്, ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട് അല്ലേ. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട് എവിടെ? സെറിബ്രത്തിൽ. ഈ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ പറയുന്ന പേരാണ് കോർട്ടെക്സ് കേട്ടോ. സെറിബ്രത്തിൻ്റെ പുറം ഭാഗം ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ത്? കോർട്ടെക്സ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉൾഭാഗം വെളുത്ത നിറമാണ്. വെളുത്ത നിറമുള്ള ഉൾഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ മെഡുല്ല എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രത്തിൻ്റെ പുറമേയുള്ള ഭാഗം എന്ത് നിറമാണ്? ചാരനിറമാണ്. അതിൻ്റെ പേരാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതുപോലെ സെറിബ്രത്തിൻ്റെ ഉൾഭാഗം വെളുത്ത നിറമാണ്, പേരെന്താ? മെഡുല്ല എന്നാണ് പറയുന്നത്. ഇനി ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം, ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് PSC. നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ, കാഴ്ച, കേൾവി എന്നൊക്കെ പറയുന്ന ഇന്ദ്രിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഉളവാക്കുന്നത് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? PSCയുടെ സ്ഥിരം ചോദ്യം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സെറിബ്രത്തെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗം, സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗം അറിയപ്പെടുന്ന പേര് കോർട്ടെക്സ്, ഉൾഭാഗം വെളുത്ത നിറമാണ്, അറിയപ്പെടുന്ന പേര് മെഡുല്ല, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഓക്കെ, ഇപ്പൊ സെറിബ്രം കിട്ടിയല്ലോ. അടുത്ത ഭാഗം നോക്കിക്കേ, സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബ്രം കഴിഞ്ഞത് ഈ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു കാണുമ്പോൾ ഒരു ഇല പോലെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഈ കാണപ്പെടുന്നതാണ് സെറിബെല്ലം.
അപ്പോൾ ഇത് മസ്തിഷ്കത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്, പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിപ്പം കൂടുതലാണ്. അപ്പം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കം അല്ലാട്ടോ സോറി, സെറിബ്രത്തിനേക്കാളും ചെറുതാണ്, ബാക്കിയുള്ള ഭാഗങ്ങളെക്കാളും വലുതാണ്. അപ്പം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? സെറിബെല്ലമാണ് കേട്ടോ. അപ്പം സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. കണ്ടോ, നമുക്ക് 2 ദളങ്ങളായിട്ടാണ്, ഒരു ഇല പോലെയല്ലേ നമുക്ക് കാണപ്പെടുന്നത്, 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ചുളിവുകളും ചാലുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, ചിത്രം കാണുന്നുണ്ടല്ലോ. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. പേശി സ്ഥിരം ചോദിക്കുന്നതാണ്, ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് അല്ലേ. അതുപോലെ വേറൊരു രീതിയിൽ ചോദിക്കും, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് അല്ലേ. തുലന നില പാലിക്കുക, അപ്പോൾ തുലന നില പാലിക്കുന്നത് സെറിബെല്ലം ആയതുകൊണ്ടാണ് മദ്യം കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പൊ സെറിബെല്ലം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിനു പിന്നിലാണ് കാണപ്പെടുന്നത്, 2 ഇതളുകളായിട്ട് കാണപ്പെടുന്നു, ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യത്തിന്റെ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ഭാഗം സെറിബ്രവും സെറിബെല്ലവും കഴിഞ്ഞാൽ അടുത്ത ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് സെറിബ്രത്തിനു ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. കണ്ടോ, ഒരു ദണ്ഡിന്റെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ. ഒരു ദണ്ഡിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ എന്താ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിന് ചുവടെ ഒരു ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. നെക്സ്റ്റ് പോർഷനാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് എവിടെയാണ്? കണ്ടോ, ഈ ഒരു പോർഷനാണ് തലാമസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് തലാമസ്. അപ്പൊ സെറിബ്രത്തിന് താഴെയായിട്ടാണ് എന്ത് കാണുന്നത്? തലാമസ് കാണുന്നത് അല്ലെ. സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് കാണുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? തലാമസ് ആണ്. അപ്പോൾ ഇവിടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? തലാമസിൻ്റെതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല ആവേഗങ്ങൾ വരും. അപ്പോൾ അതിൽ നിന്നും പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ഭാഗം ഏതാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? തലാമസിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇവിടെ സെറിബ്രം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇനി ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ഭാഗം കേട്ടോ. അപ്പം നമ്മുടെ മസ്തിഷ്ക ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് സങ്കര ഇനം. കാർഷിക വിളകൾ എന്ന് പറയുന്ന ഭാഗത്ത് സങ്കര ഇനം നമുക്ക് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ. SCERTയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പേജിൽ നിന്നുമാണ് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തേത് തെങ്ങുകളുടെ സങ്കര ഇനം ഏതൊക്കെയാണ് പഠിച്ചു വെച്ചേക്കണം. ഒന്ന് ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ സങ്കര ഇനമാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും
ചാവക്കാട് ഓറഞ്ചിന്റെയും സങ്കരയിനമാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിന്റെയും സങ്കരയിനമാണ്. ഇനി ചന്ദ്രശങ്കര, ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാ? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേരുന്നതാണ് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേരുന്നതാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ദെൻ ലക്ഷഗംഗ എന്ന് പറയുന്നതോ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും കൂടെ ചേരുന്നതാണ്. അത് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ഇവിടെയും ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ലക്ഷദ്വീപ് ഉണ്ട്. അപ്പൊ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്നത് ലക്ഷയുള്ളതിലെല്ലാം എന്തുണ്ട്? ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു പേരുണ്ട് അല്ലെ. അപ്പൊ ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും പിന്നെന്താ ചാവക്കാട് ഓറഞ്ചും കൂടെ ചേരുന്നതാണ്. ഓക്കെ, ചായ ആണല്ലേ ഇവിടെ ഉള്ളത്. അപ്പം ചാവക്കാട് ഓറഞ്ചും കൂടെ ചേരുന്നതാണ്. ഇനി ലക്ഷഗംഗയാണെങ്കിലോ ലക്ഷ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ലക്ഷദ്വീപ് ഓർഡിനറി ഉണ്ടാവും. പിന്നെ ഗംഗ എന്നുള്ളത് കൊണ്ട് ഗംഗാ ബോന്തവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ചന്ദ്ര ലക്ഷയാവുമ്പോൾ ചാ വെച്ചിട്ടുള്ള, അതായത് ചാവക്കാട് ഓറഞ്ചും, ലക്ഷ ആയതുകൊണ്ട് ലക്ഷദ്വീപ് ഓർഡിനറിയും. ലക്ഷഗംഗയാവുമ്പോൾ ലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗ എന്ന് പറയുന്നത് ഗംഗാ ബോന്തം. ഇനി ചന്ദ്രശങ്കരയാണെങ്കിലോ ചന്ദ്ര എന്ന് പറയുമ്പോൾ ചാവക്കാട് ഓറഞ്ച്, ചന്ദ്ര എന്ന് പറയുമ്പോൾ ചാ വെച്ചിട്ടുള്ള ചാവക്കാട് ഓറഞ്ച് ആണ്. പിന്നെ വരുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോളാണ് കേട്ടോ, വെസ്റ്റ് കോസ്റ്റ് ടോള്. അപ്പൊ ഇത് മൂന്നും തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഈ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, ഇതിന്റെ എല്ലാം സങ്കരയിനങ്ങളാണ്, പഠിച്ചു വെച്ചേക്കണം. നെല്ലിന്റെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഇപ്പൊ നെല്ല്, അന്നം എന്നൊക്കെ പറയുന്നത് എന്താണ്? അരി എന്നൊക്കെ പറയുന്നത് പവിത്രമാണെന്നുള്ള രീതിയിൽ ഓർക്കാം. പിന്നെ നെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുഞ്ഞിതല്ലേ, അപ്പൊ ഹ്രസ്വമാണെന്ന് നമുക്ക് ഓർക്കാം. പിന്നെ നമുക്ക് അന്നമാണ് അല്ലെ, അന്നം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ നെല്ലിന്റെ സങ്കരയിനങ്ങളാണ്. ഇനി പയറിൻ്റെത് എന്തൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ ഇത് ജസ്റ്റ് ഓർക്കാൻ, ഈ പയർ എന്ന് പറയുമ്പോൾ നമുക്ക് മാലയായിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. പയറുമണിയുടെയൊക്കെ പോലെ മാല നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, വളരെ ലോലമായ മാല, പയറുമണിയുടെ പോലെ ലോലമായ മാല എന്നുള്ള രീതിയിൽ ലോലയും മാലികയും ഓർക്കാം. പിന്നെ ഈ പയറുമണിയുടെ പോലത്തെ മാലയെല്ലാം നമ്മൾ ഭാഗ്യം വരാനായിട്ട്, അതായത് ഇപ്പോൾ എന്താണ്, ജ്യോതിഷൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പയറുമണിയുടെ പോലത്തെ അങ്ങനത്തെ മാലയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വരും എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പയറുമണിയുടെ ലോലമായ മാല ധരിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷൻ പറഞ്ഞതനുസരിച്ച് ലോലമായ പയറുമണിയുടെ മാല ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വരും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. അപ്പൊ പയറിന്റെ സങ്കരയിനങ്ങൾ എന്തൊക്കെയാ? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അടുത്തത് പച്ചമുളകിന്റെ സങ്കരയിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളക്. അപ്പോൾ ഉജ്ജ്വല, ഈ ജ്വാല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര, പച്ചമുളകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എരിച്ചിലും പുകച്ചിലും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഒരു ജ്വാലയുടെ കാര്യമൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഉജ്ജ്വല, ജ്വാലാമുഖി നമുക്ക് കിട്ടും. പിന്നെ അനുഗ്രഹ, അതായത് നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കറിയിൽ അറിയാതെ പച്ചമുളകൊന്നും കടിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. നമ്മൾ അറിയാതെ അല്ലേ പച്ചമുളക് എടുത്ത് കടിച്ചു പോകുന്നേ, എരിയുന്നേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാം. അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകൊന്നും കറിയിൽ നിന്ന് കിട്ടത്തില്ല അല്ലേ, അറിയാതെ ഒന്നും കടിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പച്ചമുളകിന്റെ സങ്കരയിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അടുത്തത് വെണ്ടയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാ? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവയാണ് വെണ്ടയുടെ എന്താണ് ഈ പറയുന്ന സങ്കരയിനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിരൺ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കിരണിനെ അനാമിക കല്യാണം കഴിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞ്? സൽകീർത്തി പോകുമെന്നുള്ളത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ അവരെ അറക്കാൻ പോയി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, കിരണും അനാമികയും തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് അറിഞ്ഞ് അവരുടെ വീട്ടുകാർ എന്ത് ചെയ്തു? സൽകീർത്തി പോകുമെന്ന് ഭയന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അറക്കാനായിട്ട് അല്ലെ, അർക്കയായിട്ട് കണക്ട് ചെയ്യണേ. അപ്പൊ വെണ്ടയുടെ സങ്കരയിനം ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അടുത്തത് വഴുതനയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അപ്പൊ ഈ കളറുകളുടെ പേര് വരുന്നതൊക്കെ വഴുതനയുടെ സങ്കരയിനമാണ് കേട്ടോ. കളറ് ഇപ്പൊ സൂര്യ എന്ന് പറയുമ്പോൾ സൂര്യന്റെ കളറുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു ഓറഞ്ച് കളർ പോലെ അല്ലേ.
ശ്വേത എന്ന് പറയുമ്പോൾ എന്താ, വൈറ്റ് ആണ് കളറ്. ഹരിത എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള വഴുതനങ്ങ. നീലിമ എന്ന് പറയുമ്പോൾ നീല നിറം. അപ്പോൾ വഴുതനങ്ങയുടെ പല കളറുകൾ ആലോചിക്കുക കേട്ടോ. വെള്ള നിറത്തിലുള്ള വഴുതനങ്ങയുണ്ട്, പച്ച നിറത്തിലുള്ള വഴുതനങ്ങയുണ്ട്, നീല നിറത്തിലുള്ള വഴുതനങ്ങയുണ്ട്. പിന്നെ കുറച്ച് പഴുത്ത് കഴിഞ്ഞാൽ അതൊരു ഓറഞ്ച് നിറത്തിലും അല്ലേ, വിത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ളതാണ്, അത് സൂര്യൻ്റെ നിറത്തിലുള്ളതാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ വഴുതനയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇനി തക്കാളി. തക്കാളി എന്ന് പറയുന്നതിൻ്റെ സങ്കരയിനമാണ് മുക്തി, അനഘ, അക്ഷയ. തക്കാളി എന്താണ്? മുക്തി, അനഘ, അക്ഷയ എന്നിവയാണ് തക്കാളിയുടെ സങ്കരയിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വിശപ്പൊക്കെ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നല്ല വിശപ്പൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് എന്ത് കഴിക്കും? തക്കാളി അനേകം കഴിക്കും എന്നോർത്താൽ മതി കേട്ടോ. തക്കാളി അനേകം, അനേകം ഒരുപാട് നല്ലതല്ല. അപ്പോൾ അനേകം അനഘയായിട്ട് കണക്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി നേടാനായിട്ട് തക്കാളി നമ്മൾ അനേകം കഴിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്താ, ക്ഷയിച്ചു പോകത്തില്ലേ അല്ലേ? ഫുഡൊന്നും കഴിക്കാതിരുന്നാൽ നമ്മൾ ക്ഷയിച്ചു പോകും. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതിയേ. തക്കാളിയുടെ സങ്കരയിനങ്ങൾ എന്തൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ. കിട്ടിയോ? അപ്പോൾ ഇത്രയും ഓർത്തിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SCERT-യിൽ ഒരു പേരും കൂടെ പറയുന്നുണ്ട്, പ്രിയങ്ക. പ്രിയങ്ക എന്ന് പറയുന്നത് ഏതിൻ്റെ സങ്കരയിനമാണ്? പാവലാണ് കേട്ടോ. പാവലിൻ്റെ സങ്കരയിനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. SCERT-യിൽ തന്നിട്ടുള്ള ഈ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ തന്നെയാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മണ്ണൂത്തിയിലാണ്, തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? കാർഷിക സർവകലാശാലയല്ലേ, അപ്പോൾ കാർഷികം എന്ന് പറയുമ്പോൾ കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? മണ്ണിലല്ലേ ചെയ്യുന്നത്. സോ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം ശ്രീകാര്യം. എങ്ങനെ ഓർക്കാം? ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും അല്ലേ? കിഴങ്ങ് അല്ലേ, നമ്മൾ ഈ എന്താണ് കപ്പയും പോർക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ട വിഭവം അല്ലേ? അപ്പോൾ ഭയങ്കര കാര്യമാണെന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. കിഴങ്ങ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണെന്നുള്ള രീതിയിൽ ഓർക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. എങ്ങനെയാ ഓർക്കുന്നേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ് അല്ലേ? ഇപ്പം സ്പൈസസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഇടുന്നത്? നമ്മൾ നല്ല കോഴിക്കറിയൊക്കെ വയ്ക്കുമ്പോഴാണ് നമ്മൾ സ്പൈസസ് ഇടുക അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണെന്ന് ഓർക്കാം. കോഴിക്കറിയിലാണ് സ്പൈസസ് ഇടുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. അത് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? നമ്മൾ ഈ സ്വപ്നക്കൂട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അത് എന്താണ്, കോട്ടയം റബ്ബർ ആണെങ്കിൽ ഇത് പോണ്ടിച്ചേരി ഇരുമ്പാണെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ? അപ്പോൾ കോട്ടയത്തിൽ ഫേമസ് ആയിട്ടുള്ളത് എന്താ? റബ്ബർ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇപ്പോൾ കോട്ടയം റബ്ബർ എന്നുള്ള രീതിയിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണെന്ന് ഓർക്കാം, തെറ്റിപ്പോവാതിരിക്കാനാണ് പറയുന്നത്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ് കേട്ടോ. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. അപ്പോൾ നമുക്ക് നല്ലൊരു തോട്ടമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല കാശ് വേണം നോക്കാം കേട്ടോ. കാശ് കാസർഗോഡുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നല്ലൊരു തോട്ടമൊക്കെ വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം. അപ്പോൾ കേരള കാർഷിക സർവകലാശാല കൃഷി ചെയ്യുന്നത് മണ്ണിലാണ് അല്ലേ? ഇപ്പം മണ്ണൂത്തി, തൃശ്ശൂർ. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കിഴങ്ങ് നമുക്ക് ഭയങ്കര കാര്യമാണ് അല്ലേ? ഇപ്പം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, സ്പൈസസ് ചേർക്കുന്നത് കോഴിക്കറിയിലാണ്, അപ്പോൾ കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, റബ്ബർ, കോട്ടയം റബ്ബർ അല്ലേ? അപ്പോൾ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, തോട്ടം വാങ്ങണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം, അപ്പോൾ കാസർഗോഡ് എന്നുള്ളതും കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആ ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പിച്ചോളൂ. ഇനി അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് ഫിസിക്സിൽ വരുന്നതാണ്. കോൺവെക്സ്, കോൺകേവ്, സമതല ദർപ്പണം. ഇതിൻ്റെ ഉപയോഗം ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പഠിക്കുക. ഇപ്പൊ കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് കേട്ടോ. കോൺവെക്സ് ദർപ്പണം. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. ഇനി കോൺകേവ് ദർപ്പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷേവിംഗ് മിററിലും
ടോർച്ചിലെ റിഫ്ലക്ടറിലും ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിററിലും ടോർച്ചിലെ റിഫ്ലക്ടറിലും ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഇനി സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനുമാണ് കേട്ടോ. മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനുമാണ് സമതല ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നതാണ് കോൺവെക്സ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കണം. കോൺകേവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ. അപ്പോൾ കേവ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ. കേവ്. അതുപോലെ ടോർച്ചിലെ റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ആണ്. സമതല ദർപ്പണം നമുക്കറിയാം, നമ്മുടെ മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയും കൂടെ പഠിക്കണേ. അതായത് തന്നിരിക്കുന്ന ഒരു പ്രത്യേകത തരും. ഇപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, വിസ്തൃതി കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ദർപ്പണമാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത എന്താ? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. ഇനി കോൺകേവ് ആണെങ്കിലോ വലിയ പ്രതിബിംബമായിരിക്കും അല്ലേ. നമ്മൾ ഷേവിംഗ് മിററൊക്കെ നമ്മൾ എന്താണ് മുടി വെട്ടുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വലിയ പ്രതിബിംബമായിരിക്കും കാണുന്നുണ്ടാവുക. പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവും ഉണ്ട്. ഇനി സമതല ദർപ്പണമാണെങ്കിലോ നമുക്കറിയാം, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ അതേ സെയിം ആയിട്ടുള്ള മുഖമല്ലേ കാണുന്നത്. അപ്പോൾ വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ കാണുക. ആവർത്തന പ്രതിപതനമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി PSC സ്ഥിരം ചോദ്യമാണ് പല്ലിനെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പല്ലുകൾ, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വായിലുള്ള പല്ലുകൾ, ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം? അപ്പോൾ നമ്മുടെ വായിൽ 4 തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത്. 4 തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങൾ എത്രയാ? 32 സ്ഥിരദന്തങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ 4 തരമാണ് പല്ലുകൾ വരുന്നത്. ആദ്യത്തേത് ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസർ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് ഉള്ള 8 പല്ലുകൾ. അപ്പോൾ ഉളിപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 8. ഉളിപ്പല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ഇതെന്തിനാ സഹായിക്കുന്നത്? ആഹാരങ്ങൾ കടിച്ചു മുറിക്കാനാണ് കേട്ടോ. കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്. ഓക്കെ, ഇനി കോമ്പല്ല് അല്ലെങ്കിൽ കനൈൻ എന്ന് പറയുന്നത് ഉളിപ്പല്ലുകൾക്ക് സമീപമാണ് കാണപ്പെടുന്നത്. എത്ര എണ്ണോ? 4 പല്ലുകളാണ് കേട്ടോ. കോമ്പല്ല് 4 എണ്ണമാണ്. ഉളിപ്പല്ലാണെങ്കിൽ 8 എണ്ണമാണ്. കോമ്പല്ലാണെങ്കിൽ 4 എണ്ണമാണ് കാണുന്നത്. ഈ കോമ്പല്ല് എന്തിനാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കേട്ടോ. അപ്പോൾ തെറ്റിക്കരുത്, ഉളിപ്പല്ല് കടിച്ചു മുറിക്കാനാണ്. അപ്പോൾ ഇവിടെ കോമ്പല്ല് കായിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോമ്പല്ലാണെങ്കിൽ കടിച്ചു കീറാൻ, ഉളിപ്പല്ലാണെങ്കിലോ കടിച്ചു മുറിക്കാൻ. ഓക്കെ, ഇനി അഗ്രചർവണകം എന്ന് പറയുന്നത് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളാണ് കാണപ്പെടുന്നത്. അഗ്രചർവണകം എത്രയാണ്? 8 പല്ലുകളാണ് കാണപ്പെടുന്നത്. എന്തിനു സഹായിക്കുന്നു? ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകം. ഇനി ചർവണകവും എന്തിനു വേണ്ടിയിട്ടാണ്? ചവച്ചരയ്ക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് എത്ര എണ്ണം ഉണ്ട്? 12 പല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഉളിപ്പല്ലിൻ്റെ എണ്ണം 8, കോമ്പല്ല് 4, അഗ്രചർവണകം 8, ചർവണകം എത്രയാണ്? 12. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഉളിപ്പല്ല് 8, ഓക്കെ, അഗ്രചർവണകവും 8, കോമ്പല്ല് എന്ന് പറയുന്നത് എത്രയാണ്? 4. ഈ 8ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 12. ചർവണകം എന്ന് പറയുന്നത് 12 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 8, 8, 4, 8ഉം 4ഉം കൂടെ കൂട്ടിയാൽ 12 അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഉളിപ്പല്ല് 8, അഗ്രചർവണകം 8, കോമ്പല്ല് 4, ചർവണകം എത്രയാണ്? 12 പല്ലുകളാണ്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്, കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ചർവണകവുമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ഭാഗമാണ് ഫിസിക്സിൽ ചാലനം, സംവഹനം, വികിരണം.
അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി ഏത്? ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ആദ്യം ചാലനം എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. അതായത് ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു ഭാഗം നമ്മൾ ചൂടാക്കി എന്ന് വിചാരിക്കാം. അതിൻ്റെ അറ്റത്തേക്കും എന്ത് ചെയ്യും? ആ ഒരു ചൂട് സ്പ്രെഡ് ആവും അല്ലെ? അതാണ് ചാലനം എന്ന് പറയുന്നത്. തന്മാത്രകൾ യഥാർത്ഥത്തിൽ അതിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് എന്ത് ചെയ്യുന്നു? താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ആ രീതിയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സംവഹനം. എന്താണ് സംവഹനം? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ദ്രാവകങ്ങളും വാതകങ്ങളും എങ്ങനെയാണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം മുഖേനയാണ്. ഇപ്പൊ ദ്രാവകങ്ങളും വാതകങ്ങളൊക്കെ ചൂടാവുന്നത് എല്ലാ തന്മാത്രകളുടെയും സ്ഥാനമാറ്റം കൊണ്ടാണ്. നമ്മൾ ഇരുമ്പിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഒരു ഭാഗത്ത് ചൂടായാൽ ആ ചൂടാണ്, തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല, ആ ചൂടാണ്, താപമാണ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നാൽ ദ്രാവകങ്ങളും വാതകങ്ങളിലും അങ്ങനെയല്ല. അതിൽ യഥാർത്ഥത്തിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി വികിരണം എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി. ഇതിന് എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് ഏതിലൂടെയാണ്? വികിരണം. സൂര്യപ്രകാശം ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെയാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള താപം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. അതാണ് വികിരണത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാലനം, സംവഹനം, വികിരണം. അവിടെ നിന്നും 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ഭാഗമാണ് കെമിസ്ട്രിയിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. സ്ഥിരം ചോദ്യമാണ്. പ്രോട്ടോണിന്റെ ചാർജ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ മാസ് തീരെ കുറവുള്ളത് ഏതാണ്? ആറ്റത്തിലെ കണം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ടുള്ള കണം ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ ഒരു ടേബിൾ നമുക്ക് SCERT-ൽ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന്റെയോ പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇപ്പം ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂട്രൽ എന്നുള്ള രീതിയിൽ ചാർജ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എത്രയാണ് ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി ഇലക്ട്രോണിന് മാസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ആറ്റത്തിലെ ഏറ്റവും മാസ് തീരെ കുറഞ്ഞ കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ഇനി പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. പ്രോട്ടോണിന്റെ മാത്രമല്ല ന്യൂട്രോണിന്റെയും മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. അപ്പോൾ ഹൈഡ്രജന്റെ ആറ്റത്തിന് തുല്യമായ മാസ് വരുന്ന ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ന്യൂട്രോൺ അതുപോലെ പ്രോട്ടോൺ ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? നമ്മൾ ആറ്റം മാതൃകയൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? ഓർബിറ്റ് ഉണ്ടായിരിക്കും. അതിനകത്താണ് എന്ത്? ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തുക അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോൺ കാണപ്പെടുന്നത്. പക്ഷേ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ ഈ സെന്ററിൽ വരച്ച ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ ന്യൂട്രോണും കാണപ്പെടുന്നത്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്തായിരിക്കും. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന കണമാണ് പ്രോട്ടോണും ന്യൂട്രോണും എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്, ഓർത്തിരുന്നോണം. ഇനി ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ബന്ധങ്ങൾ, അതിന്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അതായിരിക്കും അറ്റോമിക നമ്പർ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇനി മാസ് നമ്പർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാസ് നമ്പർ കാണണമെങ്കിൽ ഈ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ തമ്മിൽ കൂട്ടിയാൽ മതി. പ്രോട്ടോണുകളുടെ എണ്ണത്തെ ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. അറ്റോമിക നമ്പർ കാണണമെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എടുക്കുക അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എടുത്താൽ മതി. ഇനി ന്യൂട്രോണുകളുടെ എണ്ണമാണ് കാണുന്നതെങ്കിലോ മാസ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതായത് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ. ഈ മാസ് നമ്പറിൽ നിന്നും
അറ്റോമിക നമ്പർ കുറച്ചാൽ മതി. ഓക്കെ, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടുന്നതാണ് മാസ് നമ്പർ. അതിൽ നിന്നും എന്ത് കുറച്ചാൽ മതി, ഇലക്ട്രോണുകളുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പം അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് നമ്പർ കിട്ടും. ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കുക. അതായത് പ്രോട്ടോണിന്റെ എണ്ണമോ ഇലക്ട്രോണിന്റെ എണ്ണമോ കുറയ്ക്കുന്നതാണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു ടേബിൾ SCERTയിൽ തന്നിട്ടുള്ളതാണ്. ചില ലോഹ സങ്കരങ്ങളും അതിലടങ്ങിയിട്ടുള്ള ലോഹ ഘടകങ്ങളും. ലോഹസങ്കരങ്ങളും അതിലടങ്ങിയിട്ടുള്ള ഘടക ലോഹങ്ങളുമാണ് പറയുന്നത്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. നിക്രോം എന്ന് തന്നിട്ട് അതിലടങ്ങിയിട്ടുള്ള ലോഹ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ അൽനിക്കോ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, നിക്രോമും അൽനിക്കോയും. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് ബ്രാസ് ആണ് കേട്ടോ. ബ്രാസ്, അതല്ലെങ്കിൽ നമ്മളതിന് പിച്ചള എന്ന് പറയില്ലേ, പിച്ചള, അതാണ് ബ്രാസ് എന്ന് പറയുന്നത്. അതിലടങ്ങിയിട്ടുള്ള ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ്, കോപ്പറും സിങ്കും ആണ് കേട്ടോ. ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ അടങ്ങിയിട്ടുള്ള ഘടക ലോഹങ്ങൾ ഏതൊക്കെയാ, കോപ്പർ, സിങ്ക് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട് എന്ന് നമ്മൾ പറയില്ലേ, ഓട്, അതാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. അതിലടങ്ങിയിട്ടുള്ളത് കോപ്പറും ടിന്നും ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, കോപ്പറും ടിന്നും ആണ് ബ്രോൺസിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി PSCയുടെ സ്ഥിരം ചോദ്യമാണ് നിക്രോമിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്, നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയാണ് കേട്ടോ. നിക്കൽ, ക്രോമിയം, അയൺ എന്നിവ അടങ്ങിയിട്ടുള്ള ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, നിക്രോമാണ്, നിക്രോം. ഇനി അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് അയൺ അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ആ പേരിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അൽനിക്കോ എന്ന് പറയുമ്പോൾ അൽനിക്കോ എന്നതിൽ AL എന്ന് പറയുമ്പോൾ അലൂമിനിയം അല്ലെ, അൽനിക്കോ എന്നല്ലേ പറയുന്നത്. നിക്കലിന്റെ NI വരും, പിന്നെന്താണ് കൊബാൾട്ട്, അപ്പൊ അൽനിക്കോ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ ചേരുന്നതാണ് അൽനിക്കോ. നിക്രോമിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാ, നിക്കൽ, ക്രോമിയം, അയൺ. ബ്രോൺസിൽ അടങ്ങിയിട്ടുള്ളത് കോപ്പർ, ടിൻ. ബ്രാസിൽ അടങ്ങിയിട്ടുള്ളത് കോപ്പർ, സിങ്ക് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലോഹസങ്കരങ്ങളുടെ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് ഫിസിക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് ഏത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ താപനില അളക്കുന്ന SI യൂണിറ്റ് ഏതാണ്, പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്, ഇങ്ങനെയൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ്, 7 എണ്ണമാണ് ഉള്ളത്. അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ആ 7 എണ്ണത്തിന്റെയും SI യൂണിറ്റുകളും അതിന്റെ പ്രതീകവും കൂടെ നമുക്ക് പഠിക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് നീളമാണ്. നീളം അളക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താ, മീറ്റർ അല്ലേ. അപ്പൊ മീറ്റർ ആണ് SI യൂണിറ്റ്. നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്, മീറ്റർ. അതിന്റെ പ്രതീകം എന്താണ്, M ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ അടിസ്ഥാന അളവാണ് മാസ് എന്ന് പറയുന്നതിന്റെ എന്താ, കിലോഗ്രാം ആണ് SI യൂണിറ്റ്. മാസിന്റെ SI യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. പ്രതീകം എന്താണ്, നമ്മൾ സാധാരണ എഴുതുന്നതല്ലേ, kg എന്ന് പറയുന്നതാണ് കിലോഗ്രാം. ഇനി സമയം നമ്മൾ സാധാരണ പറയുന്നത് SI യൂണിറ്റ് എന്താ, സെക്കൻഡ്. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, S വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വൈദ്യുത, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ് അല്ലെ. വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയർ റെപ്രസെന്റ് ചെയ്യുന്നത് A ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ A ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നതിന്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതാണ് താപനില. ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയുന്നതാണ്, കെൽവിൻ ആണ് കേട്ടോ. SI യൂണിറ്റ് ഏതാണ്, കെൽവിൻ ആണ്. നമുക്ക് ഓപ്ഷനിൽ ഡിഗ്രി സെൽഷ്യസും കൂടെ തരും, പക്ഷെ ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെൽവിൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പ്രതീകം എന്താണ്, K ആണ് പ്രതീകം. ഇനി അടുത്തത് പദാർത്ഥത്തിന്റെ അളവ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ SI യൂണിറ്റ് എന്താ, അത് മോൾ ആണ് കേട്ടോ, മോൾ. പദാർത്ഥത്തിന്റെ അളവ് നമ്മൾ പറയുന്നത് മോളിലാണ് പറയുക. പ്രതീകം മോൾ തന്നെയാണ്, MOL, അതാണ് മോൾ പ്രതീകം.
അടുത്തത് പ്രകാശ തീവ്രത. പ്രകാശ തീവ്രത എന്ന് പറയുന്നത് അതിൻ്റെ SI യൂണിറ്റ് ക്യാൻറ്റിലയാണ് കേട്ടോ, ക്യാൻറ്റില. ഓക്കെ, പ്രകാശ തീവ്രത. അപ്പോൾ പ്രകാശത്തിന് വേണ്ടി നമ്മൾ ക്യാൻറ്റിലൊക്കെ ഉപയോഗിക്കാറില്ലേ, ക്യാൻറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ക്യാൻറ്റില ആണ്. CD ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതീകം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? CD ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതീകം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പേജ് കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ പഠിച്ചു വെച്ചേക്കണം. SI യൂണിറ്റ്, നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. മാസിൻ്റേത് കിലോഗ്രാം. സമയത്തിൻ്റേത് സെക്കൻഡ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടേത് ആംപിയർ. താപനില കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ. പ്രകാശ തീവ്രത ക്യാൻറ്റില. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സയൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള 10 ടോപ്പിക്കാണ് നമ്മൾ SCERTയിൽ നിന്നും പഠിച്ചത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം പേർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്